നമസ്കാരം. അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷന് മുമ്പ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ വേണ്ടി അമേരിക്കയിൽ ബേസ് ചെയ്തുകൊണ്ട് ടെഹ്റാനുമായി ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ക്രിമിനൽ കൂട്ടാളികൾക്ക് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു എന്ന് ഈയിടെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കയിൽ കവർച്ച നടത്തിയതിനു ശേഷം പിടിയിലായി കുറച്ചു കാലം അമേരിക്കൻ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇറാനിയൻ സർക്കാരിന് വേണ്ടപ്പെട്ടവനായ ഫർഹാദ് ഷക്കേരിയിൽ നിന്നാണ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ഈ ഗൂഢാലോചനയെപ്പറ്റി നീതിന്യായ വകുപ്പിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം ലഭിച്ചത്. ഫർഹദ് ഷക്കേരി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്, കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളും മാറ്റിവെച്ച് അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകളും നിരീക്ഷിച്ച് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നായിരുന്നു. അമേരിക്കൻ നീതിന്യായ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഹാലിളകിയ ഡൊണാൾഡ് ട്രംപ് ഇറാനോട് പറഞ്ഞത്, ഇറാൻ ഭരണകൂടമോ അവരുടെ റവല്യൂഷണറി ഗാർഡോ ഒരിക്കൽ കൂടി തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഇറാൻ എന്ന രാജ്യം ബാക്കിയുണ്ടാകില്ല എന്നാണ്. ഇറാൻ എന്നെ വധിക്കാനുള്ള ശ്രമത്തിൽ വിജയിച്ച് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇറാനിൽ ഒന്നും അവശേഷിക്കാതെ ഇറാനെ നാമാവശേഷമാക്കാൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് GD വിൻസിനും അതുപോലെ തൻ്റെ ഉപദേഷ്ടാക്കൾക്കും നിർദ്ദേശം നൽകിയതായും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ഇറാൻ പണവും ആയുധങ്ങളും മിലിറ്ററി ട്രെയിനിങ്ങും കൊടുത്ത് വളർത്തിയ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹുതി വിമതന്മാരെയും അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. സൗദി, UAE, ബഹ്റൈൻ, ഇറാഖ് പോലുള്ള സമാധാനപ്രിയരായ രാജ്യങ്ങളെ ഹുതി വിമതരെ പോലുള്ള ഭീകരവാദ സംഘടനകളെ ഉപയോഗിച്ച് ഇറാൻ്റെ കാൽച്ചുവട്ടിൽ നിർത്താൻ ശ്രമിച്ച ഇറാൻ്റെ എല്ലാ തന്ത്രപ്രധാനമായ മിലിറ്ററി ഇൻസ്റ്റലേഷൻസുകളും ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ മാരകമായ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് അടുത്തു തന്നെ ഇസ്രയേൽ എയർഫോഴ്സും അമേരിക്കൻ എയർഫോഴ്സും ചേർന്നുകൊണ്ട് ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇപ്പോൾ സാമ്പത്തികമായി ഒരു തകർച്ചയുടെ വക്കിലാണ്. എല്ലാ സ്ത്രീജനങ്ങളും പർദ്ദ ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന മതമൗലികവാദികൾക്ക് മുൻതൂക്കമുള്ള ഇറാൻ ഗവൺമെൻറ്റിൻ്റെ സ്ത്രീവിരുദ്ധ നയങ്ങളെ ഇറാനിലെ സ്ത്രീജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇറാനിൽ ഇതിനോടകം തന്നെ 10 ലക്ഷത്തിൽ പരം സ്ത്രീജനങ്ങൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യ ഇറാനെ സൈനികമായി സഹായിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും യുക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന റഷ്യക്ക് ഇറാനെ എല്ലായ്പ്പോഴും സൈനികമായി സഹായിക്കാൻ പറ്റുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ എല്ലാവരാലും ഒറ്റപ്പെട്ട ഇറാൻ്റെ മതമൗലികവാദികളുടെ ഗവൺമെൻറ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പദ്ധതിയിടുമ്പോൾ അമേരിക്കയിൽ നിന്നും അതിനെതിരെ വരാൻ പോകുന്ന വിപത്തിനെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിവില്ലാത്തവരാണോ ഇറാൻ ഭരണകൂടം എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.